ആരക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ ജീവിച്ചിരുന്ന കുടുംബത്തിന് ഇനി സുരക്ഷിതമായി അന്തിയുറങ്ങാം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ലസിത മോഹന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പഞ്ചായത്തിൽ നിന്നും സ്ഥലം അനുവദിക്കുകയും ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. വീടിന്റെ തറക്കല്ലിടൽ കർമ്മങ്ങൾ നടന്നു. പ്രകൃതിക്ഷോഭത്തിന്റെ നിഴലിൽ ചെങ്കുത്തായ മലമുകളിൽ ഭീതിയോടെ കഴിഞ്ഞിരുന്ന ലീലാരാജന് ഇനി സമാധാനമായി ഉറങ്ങാം. ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും ഭീഷണി ഉയർത്തുന്ന ചിറപുത്തൻ വീട്ടിൽ 2 മക്കളോടൊപ്പം കഴിഞ്ഞിരുന്ന ലീലയ്ക്കായി ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിധവയായ ലീല വർഷങ്ങളായി തകർന്നു വീഴാറായ വീട്ടിൽ അരക്ഷിതാവസ്ഥയിലായിരുന്നു. മഴക്കാലങ്ങളിൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഉറങ്ങാതെ രാത്രികൾ തള്ളി നീക്കിയിരുന്ന ലീലയുടെ ദുരന്തകഥ മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിഞ്ഞിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനന്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ സ്ഥലം പരിശോധിക്കുകയും കളക്ടർ 4 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കുകയുമായിരുന്നു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പഞ്ചായത്തിന്റെ വക സ്ഥലത്താണ് വീട് പണിയുന്നത്. 4 സെന്റ് സ്ഥലം ഇവർക്ക് വിട്ടു നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. ശിലാസ്ഥാപന ചടങ്ങിൽ ആരക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമന മോഹൻ, മുൻ വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, മുൻ പ്രസിഡന്റ് ലസിത മോഹൻ, മാറാടി വില്ലേജ് ഓഫീസർ ഷൈജു, നാട്ടുകാർ, ബന്ധുക്കൾ എന്നിവർ പങ്കെടുത്തു. ഓമന ചേച്ചിയുടെ കാലം, അതായത് ഓമന ചേച്ചി ആയിരുന്നു ആദ്യത്തെ 2 വർഷം പ്രസിഡന്റ്. അന്ന് വന്ന അജണ്ട അന്ന് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ച് അവസാനം ഓമന ചേച്ചിയുടെ വാർഡിൽ ആശ്രയക്കാർക്ക് ഉള്ള ഈ സ്ഥലം വാങ്ങിച്ചിട്ട് 10-28 വർഷങ്ങളായി. അവസാനം ഞാനും ബിജുവും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരുന്നപ്പോൾ ആ അജണ്ട കയറി വരികയും ഓമന ചേച്ചിയുടെയും കൂടെ സഹായത്താൽ ആണ് ഇവർക്ക് 4 സെന്റ് സ്ഥലം കൊടുക്കുവാനും അതുപോലെ ഇവർക്കൊരു വീട് പണിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ആയതുകൊണ്ടാണ് അത് സാധിച്ചെടുത്തത്. ഞങ്ങളുടെ 3 പേരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുള്ളത്. ബാക്കി ഒരു 8-9 കുടുംബത്തോളം ഇനിയും കഷ്ടപ്പെട്ട് ആ ചങ്കുറ്റായ മലനിരകളിൽ താമസമുണ്ട്. അവരെ കൂടെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻ പ്രസിഡന്റ് കൂടിയായ ഓമന ചേച്ചിയുടെ ഈ വാർഡിൽ ഒരു ഫ്ലാറ്റ് പോലെ ഒരു സമുച്ചയം ഉണ്ടാക്കി അവരെ കൂടെ മാറ്റാനായിട്ടുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് അസൂയാലുക്കൾ അതിനെ തുരങ്കം വെച്ച് അത് മാറ്റി നിർത്തുവാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ പണി ഉടനെ നടക്കാൻ പോകാത്തതും അവരെ മാറ്റാൻ പെട്ടെന്ന് പറ്റാത്തതും എന്നുള്ള കാര്യം കൂടിയുണ്ട്. പിന്നാക്ക വിഭാഗം ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അധികമായി അനുവദിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മലമുകളിലെ ഒറ്റയാൾ പോരാട്ടത്തിന് അറുതി വരുത്തി തനിക്ക് കൈത്താങ്ങായ സർക്കാരിനും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും ലീല നന്ദി അറിയിച്ചു. ഒരുപാട് ചെങ്കുത്തായ മലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒത്തിരി ഓഫീസുകളും ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടന്ന് വർഷങ്ങളായിട്ട് ഒരുപാട് സർക്കാരുകൾ മാറി വന്ന് പ്രസിഡന്റ്, പഞ്ചായത്തിലെ കാര്യങ്ങൾ ഒരുപാട് മെമ്പർമാർ മാറി വന്നു. അതൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് പുതിയ മെമ്പർ വന്നു. ഞങ്ങളുടെ ലസിത മോഹനൻ ഇപ്പം ആദ്യത്തെ പ്രസിഡന്റും ആയിരുന്നു. അന്ന് വന്നപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബിജു ചേട്ടൻ, ഇപ്പോഴത്തെ വാർഡ് മെമ്പർ, ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ വാർഡ് മെമ്പർ ഓമന ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ഒത്തിരി, എൻ്റെ വില്ലേജ് ഓഫീസർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, കളക്ടറേറ്റിലെ മനോജ് സാറ്, അതിൻ്റെ പേരെടുത്ത് തന്നെ പറയണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ഓരോരുത്തർ ചെയ്ത് തന്ന പഞ്ചായത്തിൽ ഓരോ അംഗങ്ങളും, ഒരാളെ ഞാൻ തിരിച്ച് പറയുമ്പോൾ എല്ലാവരും പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ എല്ലാവരും ഓരോരുത്തരും ഒരുപാട് സഹായിച്ചും. സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും കൂട്ടായ ശ്രമമാണ് ലീലയുടെയും മക്കളുടെയും കണ്ണീരൊപ്പുന്ന ഈ സ്വപ്നഭവനത്തിന് വഴിയൊരുക്കിയത്.